നമ്മൾ എൻട്രൻസിലെ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാനായിട്ട് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പ വഴികളിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. കെമിസ്ട്രിയിൽ പ്രധാനമായിട്ട് കുറേ തിയറി പഠിച്ചിട്ട് കാര്യമില്ല, അതിനേക്കാൾ ഉപരി എളുപ്പ വഴികളിലൂടെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ സ്പീഡ് വർദ്ധിക്കും. എൻട്രൻസിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം സ്പീഡാണ്. എൻ്റെ പേര് പയസ് പോൾ എന്നാണ്. ഞാൻ ഇൻഡസ് എഡ്യൂക്കേഷൻ സെൻറ്ററിലെ കെമിസ്ട്രി ഫാക്കൽറ്റിയാണ്. അപ്പം ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ബോണ്ട് ഓർഡർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ബോണ്ട് ഓർഡറിന്റെ ഇക്വേഷൻ വരുന്നത് നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ഡിവൈഡഡ് ബൈ 2 എന്നാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കുറേ അധികം കാര്യങ്ങൾ ബോണ്ട് ഓർഡർ വെച്ചിട്ടാണ് കെമിസ്ട്രിയിൽ നമ്മൾ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് സംസാരിക്കുക. ഉദാഹരണത്തിന് ഒരു മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റി ബോണ്ട് ഓർഡർ കൂടുന്തോറും ഇൻക്രീസ് ചെയ്യുന്നു. ബോണ്ട് സ്ട്രെങ്ത് ബോണ്ട് ഓർഡർ കൂടുന്തോറും ഇൻക്രീസ് ചെയ്യുന്നു. ബോണ്ട് ലെങ്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ബോണ്ട് ഓർഡർ കൂടുന്തോറും ബോണ്ട് ലെങ്ത് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യും. ഈ ബോണ്ട് ഓർഡർ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കണം. അതിൽ നിന്നാണ് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പൊ അതിന് നമുക്കൊരു സീക്വൻസ് ഉണ്ട്, നമ്മൾ തിയറിയിൽ പഠിക്കുന്നുണ്ട്. അപ് ടു നൈട്രജൻ ആൻഡ് ഫോർ ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ എന്ന് പറഞ്ഞ 2 സീരീസ് പഠിക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ബോണ്ട് ഓർഡർ സാധാരണ കണ്ടുപിടിക്കുക. സിഗ്മ 1 സിഗ്മ സ്റ്റാർ 1 സിഗ്മ 2 സിഗ്മ സ്റ്റാർ 2 എന്ന് പറയുന്ന 2 സീക്വൻസിലൂടെയാണ് നമ്മൾ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുക. പക്ഷെ ഇത് എളുപ്പ വഴിയിൽ എൻട്രൻസിലേക്ക് വരുമ്പോൾ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ഒരു കാര്യവും അതേപോലെ തന്നെ ബോണ്ട് ഓർഡറും നേരിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2, 4, 6, 8, 10, 12, 14, 16, 18, 20 ഇങ്ങനെ നമ്മൾ എഴുതുന്നു. വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. 2 തൊട്ട് 20 വരെ ഈവൺ നമ്പേഴ്സ് മാത്രം എഴുതാം. അപ്പൊ നമ്മൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 തൊട്ട് 20 വരെ ഈവൺ നമ്പേഴ്സ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ ബോണ്ട് ഓർഡർ നമുക്ക് എങ്ങനെ എഴുതാം? 2-ന് 1 ആണ് വരിക, 4-ന് 0, 1, 0, 1, 2, 3, 2, 1, 0 ഇങ്ങനെ എഴുതിയാൽ മതി. ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. 2 തൊട്ട് 20 വരെ ഒറ്റയടിക്ക് എഴുതി. അതിനുശേഷം ബോണ്ട് ഓർഡർ 1, 0, 1 എഴുതിയതിനു ശേഷം 0, 1, 2, 3 താഴെ നിന്നും 0, 1, 2, 3 ഇങ്ങനെ എഴുതിയാൽ മതി. 1, 0, 1, 0, 1, 2, 3 താഴെ നിന്നും 0, 1, 2, 3 3 എന്താണ്? കോമൺ ആണ്. അപ്പൊ ഇങ്ങനെ നമ്മളൊരു ചാർട്ട് പഠിക്കുകയാണെങ്കിൽ ഏതിന്റെയും ബോണ്ട് ഓർഡർ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് O2 മൈനസ് O2 2 മൈനസ് ഇങ്ങനത്തെ 3 സ്പീഷീസ് നമ്മൾ എടുത്തു വിചാരിക്കുക. O2ലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 16 ആണ്. O2 മൈനസിലെ 17 ആണ്. O2 2 മൈനസിന്റെ 18 ആണ്. അപ്പൊ ഈ ചാർട്ടിൽ നിന്നും വളരെ ഡയറക്റ്റ് ആയിട്ട് O2 എന്ന് പറഞ്ഞാൽ 16 ആണ്, അതിന്റെ ബോണ്ട് ഓർഡർ 2 ആണെന്ന് കിട്ടും. ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു 2 ആണെന്ന് കിട്ടും. O2 2 മൈനസിന്റെ ബോണ്ട് ഓർഡർ 18 ആയതുകൊണ്ട് 1 ആണെന്ന് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി O2 മൈനസ് 17 ഇലക്ട്രോൺസ് ആണ്. ഇത് 16 ഇലക്ട്രോൺസ്, 17 ഇലക്ട്രോൺസ്, 18 ഇലക്ട്രോൺസ്. O2 മൈനസ് 17 ഇലക്ട്രോൺസ് ആണ്. 17 എന്ന് പറയുന്ന ഡിജിറ്റ് എടുക്കുന്നത് 16-നും 18-നും ഇടയിലാണ്. 16-നും 18-നും ഇടയിൽ 17 എടുക്കുമ്പോൾ 18-ന്റെ വരുന്നത് 1 ആണെന്ന് നമുക്കറിയാം ചാർട്ടില്. 16-ന്റെ വരുന്നത് 2 ആണെന്ന് അറിയാം. അതിന്റെ ഇടയിൽ വരുമ്പോൾ 1.5 ആണ് ഇതിന്റെ ബോണ്ട് ഓർഡർ വരിക. PC ആയിട്ട് നമുക്ക് ഇങ്ങനെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കിട്ടുന്ന റിസൾട്ടും. അതായത് സിഗ്മ 1 സിഗ്മ സ്റ്റാർ 1 എന്ന് പറയുന്ന സീക്വൻസിൽ നിന്ന് നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസും കണ്ടുപിടിച്ചതിന് ശേഷം ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുമ്പോഴും ഇങ്ങനത്തെ തന്നെ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാം. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ബോണ്ട് ഓർഡർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു കാര്യം, ബോണ്ട് ഓർഡർ വെച്ച് നമുക്ക് ബോണ്ട് ലെങ്ത്തും ബോണ്ട് സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റിയും പറയാനായിട്ട് പറ്റും. MOT മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിൽ അടുത്തതായിട്ട് വരുന്നത് മാഗ്നറ്റിക് നേച്ചർ ആണ്. 2 തരത്തിലുള്ള മാഗ്നറ്റിസം ഉണ്ടെന്ന് അറിയാം. ഒന്ന് പാരാമാഗ്നറ്റിക്കും അതേപോലെ തന്നെ ഡയാമാഗ്നറ്റിക്കും ആണ്. പാരാമാഗ്നറ്റിക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു സിസ്റ്റം വെക്കുമ്പോൾ ഈ പറയുന്ന അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിനോട് സ്ലൈറ്റ് അട്രാക്ഷൻ ആണെങ്കിൽ അതിനെ പാരാമാഗ്നറ്റിക് എന്നും, റിപ്പൽഷൻ ആണെങ്കിൽ ഡയാമാഗ്നറ്റിക് എന്നും പറയാം. അട്രാക്ഷൻ ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ പാരാമാഗ്നറ്റിക് ആവണമെങ്കിൽ സിസ്റ്റത്തിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം, അൺപെയ്ഡ് ഓർബിറ്റൽസ് ഉണ്ടായിരിക്കണം. മറ്റേതിലാണെങ്കിൽ ഫുള്ളി പെയ്ഡ് ആയിരിക്കണം. ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരാമാഗ്നറ്റിക് ആയിട്ടുള്ള സ്പീഷീസിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പാരാമാഗ്നറ്റിക് ആയിട്ടുള്ള സ്പീഷീസിനെ കണ്ടുപിടിക്കുന്നത് എല്ലാ ഓഡ് നമ്പേഴ്സും 10, 16 ഈ പറയുന്ന ആൾക്കാർ എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. എല്ലാ ഓഡ് നമ്പേഴ്സും ഓഡ് നമ്പർ ഇലക്ട്രോൺസും 10, 16 എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. ഡയാമാഗ്നറ്റിസം ആണെങ്കിൽ
ഡയാമാഗ്നറ്റിക് സ്പീഷീസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എല്ലാ ഈവൺ നമ്പേഴ്സും ഡയാമാഗ്നറ്റിക് ആണ്. പക്ഷെ നമുക്കറിയാം 10ഉം അതേപോലെ തന്നെ 16ഉം എന്തല്ല, ഡയാമാഗ്നറ്റിക് അല്ല. ഓൾറെഡി ഞാൻ പറഞ്ഞു 10ഉം 16ഉം എന്താണ്, പാരാമാഗ്നറ്റിക് ആണ്. അപ്പോൾ 4 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഒരു മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റി, ബോണ്ട് സ്ട്രെങ്ത്, ബോണ്ട് ലെങ്ത് അക്കോർഡിംഗ് ടു ബോണ്ട് ഓർഡർ. അതിനുശേഷം മോളിക്യൂൾ പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ. നമുക്കൊരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്കിതൊന്ന് കൃത്യമായിട്ടൊന്ന് നോക്കിയിട്ട് അവസാനിപ്പിക്കാം. നമ്മൾ നൈട്രജന്റെ സ്പീഷീസ് എടുക്കാം. നേരത്തെ ഓക്സിജന്റെ സ്പീഷീസ് ആണ് എടുത്തത്. N2 പ്ലസ് N2 മൈനസ് ഇങ്ങനത്തെ 3 സ്പീഷീസ് എടുത്തു. N2 ഇലക്ട്രോൺസിന്റെ എണ്ണം 14 ഇലക്ട്രോൺസ് ആണ്. N2 പ്ലസിൽ 13 ഇലക്ട്രോൺസ് ആണ്. N2 മൈനസിൽ 15 ഇലക്ട്രോൺസ് ആണ്. 14 ഇലക്ട്രോൺ ആണെങ്കിൽ 14ന്റെ ബോണ്ട് ഓർഡർ 3 ആണ്. 13 ആണെങ്കിൽ 13 കെടുക്കുന്നത് 14നും 12നും ഇടയിലായതുകൊണ്ട് 2.5 ആണ് ബോണ്ട് ഓർഡർ വരിക. 15 14നും 16നും ഇടയിലാണ്. 14ന്റെ 3 ആണ്, 16ന്റെ 2 ആണ്. അതുകൊണ്ട് ഇതിന്റെയും 2.5 ആണ് വരിക. വളരെ എളുപ്പത്തിൽ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റി. ഇനി മാഗ്നറ്റിക് നേച്ചർ കണ്ടുപിടിക്കുമ്പോൾ ഇത് 14 ആണ്. 14 ഈവൺ നമ്പർ ആണ്. ഈവൺ നമ്പർ ആയതുകൊണ്ട് അത് ഡയാമാഗ്നറ്റിക് ആണ്. 13 ഇത് ഓഡ് നമ്പർ ആണ്. അതുകൊണ്ട് ഇത് പാരാമാഗ്നറ്റിക് ആണ്. 15 ഓഡ് നമ്പർ ആണ്. അതുകൊണ്ട് ഇതും എന്താണ്, പാരാമാഗ്നറ്റിക് ആണ്. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എൻട്രൻസ് ഇങ്ങനെയാണ്, എളുപ്പ വഴികളിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തിയറിയിലൂടെ മാത്രം പോയി കഴിഞ്ഞാൽ അത് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. വളരെ വേഗത്തിൽ ഇത്തരത്തിലുള്ള എളുപ്പ വഴികളിലൂടെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വരുന്ന ക്രാഷ് കോഴ്സിലേക്ക് എല്ലാ ആളുകളെയും ഞങ്ങൾ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എല്ലാ വിഷയങ്ങളിലും ഇതേപോലെ സിമ്പിൾ ട്രിക്കുകളിലൂടെ നമുക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സ്വാഗതം.